ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് പാസ്റ്റർ ജോസ് വർഗീസ്. എൻ്റെ ചർച്ചിൽ കൂടുന്ന ഒരു പെൺകുട്ടിയാണ് പ്രിയ. ചർച്ച ചെയ്താ ഞാനിവിടെ IPC പോത്താനിക്കാട് ചർച്ചിലാണ് ആരാധന നടത്തുന്നത്. ചർച്ചിൽ കൂടുന്ന ഒരു കുടുംബമാണ് പ്രിയ ബേബി, കുഞ്ഞു ബ്രദറിൻ്റെ കുടുംബം. മകള് ബേബി കഴിഞ്ഞ ആഴ്ചയിൽ 10 ദിവസമായി. എത്ര വയസ്സുണ്ട് അവൾക്ക് 23 വയസ്സുണ്ട്. 23 വയസ്സ്. 10 ദിവസം മുമ്പ് അവള് കാർ ആക്സിഡൻ്റായി. റോട്ടിൽ വെച്ച് കാറ് ഇടിച്ച് അവളുടെ കാലിൻ്റെ 2 വശവും തകരുവാനിടയായി തീർന്നു. ഉടനെ തന്നെ അവിടെ തൊട്ടടുത്തുള്ള മഠ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മഠ ആശുപത്രിയിൽ എടുത്തില്ല. അവിടുന്ന് മൂവാറ്റുപുഴ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അവരത് പരിശോധിച്ചപ്പോൾ കാലിൻ്റെ 2 വശവും തകർന്നിരിക്കുന്നു എന്ന് കാണാനിടയായി. 3 ദിവസം അവിടെ കിടത്തി. പക്ഷേ അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യേണ്ട കേസാണ്, 2 വശവും തകർന്നിരിക്കുന്നുണ്ട്, കമ്പിയിട്ട് കാര്യങ്ങൾ ക്രമീകരിക്കണം. അങ്ങനെ അവർ അവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എഴുതി തന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനുള്ള ക്രമീകരണം സാമ്പത്തികം ഇല്ലായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ നമ്മൾ കാര്യങ്ങൾ ക്രമീകരിച്ച് അവിടെ കൊണ്ടുചെന്നപ്പോൾ അവരത് അഴിച്ചു നോക്കിയപ്പോൾ കാലിൽ നീരാണ് എന്ന് പറഞ്ഞു. നീര് മാറാനുള്ള ഗുളിക അവർ തന്നു വിട്ടു. നീര് മാറാനുള്ള ഗുളിക തന്നു വിട്ട് അവർ ഇപ്പോൾ 10 ദിവസമായിട്ട് കുഞ്ഞിവിടെ കിടക്കുകയാണ്. നമ്മളിനിയും അവിടെ ചെല്ലുമ്പോൾ കമ്പിയിട്ട് കാര്യങ്ങളെല്ലാം ക്രമീകരിക്കണം. അതിനുള്ളതായ സാമ്പത്തികമായ ഒരവസ്ഥ ഈ കുടുംബത്തിൽ. ഇവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. പിതാവ് കൂലിപ്പണി ചെയ്താണ് കാര്യങ്ങൾ, ഉപജീവന കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ കമ്പിയിട്ട് വളരെ വലിയ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. അതിനുള്ളതായ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ കുടുംബത്തോടുള്ള ബന്ധത്തിലില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ അതിനുള്ള ബന്ധത്തിലുള്ള സഹകരണങ്ങൾ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. എന്താ സംഭവിച്ചേ? കാറ് പിന്നെ ഓക്കെ. എന്നിട്ട് ആശുപത്രി കൊണ്ടുപോയി. മഠ ആശുപത്രിയിലാണ് കാണിച്ച്. ഓക്കെ ഓക്കെ. ഇപ്പം എങ്ങനെയുണ്ട് കാലിന്? വേദനയുണ്ട്. ഓക്കെ. പൈസ ഇല്ലാത്തതിൽ വിഷമമുണ്ടോ? ആശുപത്രി കൊണ്ടുപോകാൻ പറ്റാത്തതിലുള്ള പോകാനുള്ള വിഷമമുണ്ട്. ഓക്കെ. ദൈവം ഇതിനൊരു പരിഹാരം വരുത്തും. അക്കൗണ്ട് ആരുടെ പേരില്ല? ഓക്കെ. ചേച്ചിയുടെ പേരിലാണ്. ഓക്കെ. ചേച്ചിയുടെ പേരെന്താ? അനു എന്നാണോ? അങ്ങനെ അക്കൗണ്ടിൽ കിടക്കുന്ന ഫുൾ പേരെങ്ങനെ? അനുമോൾ ദേവസ്യ. നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലല്ലേ? ഓക്കെ. അപ്പോൾ ഏത് ബ്രാഞ്ചാണ് അവരുടെ? കത്തോലിക്ക സിറിയൻ ബാങ്ക് ആണല്ലേ? പിന്നെ ആ ബാങ്കിലാണ്. ഓക്കെ. ഏത് ബ്രാഞ്ചാന്നുള്ളത് കൃത്യം? കൊമ്പൊടിഞ്ഞ മക്കൾ. അതേത്? ഇരിങ്ങാലക്കുടയാണ്. ഓക്കെ 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 ഓക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഒരു വലിയ പ്രവൃത്തി ചെയ്യാനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ വിഷമിക്കേണ്ട. അതിന് കമ്പിയൊക്കെ ഇടാനുള്ളൊരു മാർഗം ദൈവം നമുക്ക് വേണ്ടി തുറക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛന് പിന്നെ കൂലിപ്പണിയാണല്ലേ? ഇത്തിരി വിഷമത്തിലൂടെ പോകുന്നു മോടെ കാര്യത്തിൽ. ദൈവം ഒരു വഴി തുറക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ. വളരെ പ്രയാസത്തിന് മധ്യയാണ് ഇപ്പോൾ പോകുന്നത്. ആംബുലൻസിനൊക്കെ പൈസ കൊടുത്തോ? പൈസ കൊടുത്തിട്ടില്ല. ആംബുലൻസിന് ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല. ആംബുലൻസിന് പൈസ കൊടുക്കാൻ കിടക്കുക. 3000 രൂപ കൊടുക്കാൻ കിടക്കുക ആംബുലൻസിനൊക്കെ അല്ലേ? ദൈവം ഒരു വഴി തീർച്ചയായിട്ടും തുറക്കും. നമുക്ക് ദൈവത്തിന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഈ വാത്സല്യ കുടുംബത്തിൻ്റെ സ്ഥിതി നമ്മൾ കേട്ടല്ലോ പ്രിയമുള്ളവരെ. ഈ കുടുംബത്തെ സഹായിക്കുവാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വളരെ പ്രയാസത്തിൻ്റെ മധ്യയാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്.
ഈ കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് അറിയുവാൻ 97 45 9 2 0 0 7 4 എന്നീ നമ്പറിലോ 93 888 99 8 93 എന്നീ നമ്പറിൽ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. ഈ കുടുംബത്തെ നമുക്ക് സഹായിക്കണം. ഇവർക്ക് മറ്റാരും ആശ്രയമില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ. ദൈവം കഴിഞ്ഞാൽ ദൈവമാണ് നമ്മളുടെ മുഖാന്തരം ഒരുക്കുന്നത്. ഈ കുഞ്ഞിൻ്റെ കാലിൽ കമ്പി ഇടാനുള്ള കാര്യങ്ങളുണ്ടാകണം, മറ്റു ചികിത്സയുടെ കാര്യങ്ങളുണ്ടാകണം. ആംബുലൻസിന് ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല. അതിലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിലൂടെയാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. ദയവായി ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. മോളെ ഒടുവിലായിട്ട് എന്തെങ്കിലും സഹായിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.